നമസ്കാരം. കൃഷിദർശൻ തത്സമയ ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വേനൽ ചൂടിൻ്റെ കാഠിന്യത്തിൽ വെള്ളത്തിൻ്റെ ദൗർലഭ്യവും പച്ചപ്പുല്ലിൻ്റെ അഭാവവുമൊക്കെ ക്ഷീരകർഷകരെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്യുഷ്ണത്താലുള്ള മറ്റ് ഉൽപാദന നഷ്ടം വേറെയും. വെള്ളമില്ലാത്തതുകൊണ്ട് മാത്രം അവനവൻ്റെ വരുമാന മാർഗമായ കറവ മാടുകളെ കിട്ടിയ വിലയ്ക്ക് വിൽക്കുന്ന കർഷകരും നിരവധിയാണ്. ഈ സാഹചര്യത്തിൽ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ പരിപാലനം നൽകുക എന്നത് കന്നുകാലി വളർത്തൽ ലാഭകരമാക്കുന്നതിലേറെ പങ്കുവഹിക്കുന്നു. നമ്മളേറെ കാത്തിരുന്ന മഴക്കാലം എത്തുകയായി. മഴക്കാല സംരക്ഷണം കന്നുകാലികളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് കൃഷിദർശനിലെ ചർച്ച നടക്കുന്നത്. നമ്മുടെ അതിഥി ആലപ്പുഴ ജില്ലയിൽ വാത്തിക്കുളം മൃഗാശുപത്രിയിലെ സീനിയർ വെറ്ററിനറി സർജനായ ഡോക്ടർ ബീനയാണ്. ഡോക്ടർ ബീന വിവിധ കാർഷിക ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും ആകാശവാണിയിലെ വയലും വീടിലൂടെയൊക്കെ കർഷകർക്ക് ഏറെ സുപരിചിതയുമാണ്. ഡോക്ടർ ബീനയെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അറിയാം, മഴക്കാലം മനുഷ്യർക്ക് പനിക്കാലമാണ്. വിവിധ തരത്തിലുള്ള പനികളാൽ ആശുപത്രികൾ നിറയുന്ന ഒരു സമയമാണ്. കന്നുകാലികളിൽ കാണുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഈ സമയത്ത് നൽകേണ്ട പരിചരണങ്ങളെക്കുറിച്ചുമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് കർഷകരുടെ കന്നുകാലികളുടെ ഇടയിൽ ഒരു വെറ്ററിനറി ഡോക്ടർ എന്ന നിലയിൽ നേരിട്ട് കാണുന്നതാണ്? ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായിട്ടും. കനത്ത വേനലിന് ശേഷമുള്ള മഴ മനുഷ്യർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ഒരുപോലെ ആശ്വാസം തരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ എങ്കിലും ഈ കാലത്ത് പരിചരണത്തിലും മറ്റും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിരവധി അസുഖങ്ങൾ കന്നുകാലികൾക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യതിയാനം മൂലം ഉരുക്കളുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നുണ്ട്. അപ്പോൾ രോഗങ്ങളുണ്ടാവാനുള്ള സാധ്യതയും വളരെയേറെയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുത്താൽ മഴക്കാലത്തുണ്ടാവുന്ന രോഗങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കും. അപ്പോൾ അത് പരിചരണത്തിൽ മാത്രമാണോ? അപ്പോൾ പരിചരണത്തിലൂടെ നിയന്ത്രിക്കാവുന്നത് വളരെയധികം ഉണ്ടാവും. തീർച്ചയായിട്ടും പരിചരണം ഇതിലൊരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. പരിചരണ മുറകൾ, അതുപോലെ തന്നെ പരിചരണ മുറകളിൽ ഏറ്റവും പ്രധാനം തീറ്റ, അതുപോലെ അതിൻ്റെ തൊഴുത്ത്, അതുപോലെ തന്നെ പ്രധാനമാണ് രോഗാണുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ. മഴക്കാലത്ത് പ്രത്യേകിച്ചും രോഗാണുക്കൾ ഉണ്ടാക്കുന്ന രോഗം, അതായത് സാംക്രമിക രോഗങ്ങളും നിരവധിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പരമപ്രധാനം തീർച്ചയായിട്ടും പരിചരണം തന്നെയാണ്. അപ്പോൾ നമുക്ക് പരിചരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് അതായത് ഉൽപാദന ചെലവ് ഏറി വരുന്ന സാഹചര്യത്തിൽ കർഷകന് പരമാവധി അത് നഷ്ടം കുറച്ചുകൊണ്ട് വരാനായിട്ട് പരിചരണത്തിലേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തീറ്റയുടെ ചെലവ് എന്തായാലും അത് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കില്ലല്ലോ. അപ്പം പരിചരണത്തിലെ ശ്രദ്ധ നമുക്ക് തുടങ്ങാം. അപ്പം അത് തീറ്റയിലെ മാറ്റം. അപ്പം തീറ്റയിൽ ഈ കനത്ത വേനലിന് ശേഷം നല്ല മഴ പെയ്തു കഴിയുമ്പോൾ തളിർത്ത പുല്ല് ധാരാളമായി കർഷകർ കന്നുകാലികൾക്ക് കൊടുക്കാറുണ്ട്. കുറഞ്ഞ നാരും കൂടുതൽ ജലാംശവുമുള്ള ഈ പുല്ല് തിന്നുന്നത് മൂലം കന്നുകാലികൾക്ക് വയറിന് ദഹനക്കേടും അതുപോലെ വയറ് പെരുപ്പം പോലുള്ള രോഗങ്ങളും ഉണ്ടാവാറുണ്ട്. കൂടുതലായിട്ടും വയറിളക്കമാണ് മഴക്കാലത്ത് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് ഒരു പ്രതിവിധി എന്നോണം നമ്മൾക്ക് ക്രമമായി പുല്ല് കുറഞ്ഞ അളവിൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. ഒരു പക്ഷേ വെയിൽ ഇടയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് വെയിലത്ത് വാട്ടാം. അതല്ലെങ്കിൽ വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ ഒഴിവാക്കാൻ ക്രമത്തിലധികം പച്ചപ്പുല്ല് കൊടുക്കുന്നത് ഒഴിവാക്കി അതിന് പകരം പച്ചപ്പുല്ലിനോടൊപ്പം വൈക്കോല് അല്ലെങ്കിൽ പയറുവർഗ്ഗ ചെടികൾ കൂട്ടിയിളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ഈ ജലാംശം കൂടിയ ഈ പച്ചപ്പുല്ല് ഒരുപാട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പശുവിന് ആവശ്യമായ ഈ ഡ്രൈ മാറ്റർ അത് കുറയുന്നത് കൊണ്ടുള്ള ഒരു ക്ഷീണവും അതും കർഷകരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് കരാഹാരത്തിലാണോ അത് കൂട്ടിക്കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും മഴക്കാലം തുടങ്ങുമ്പോൾ കരാഹാരം കൂടിയ അളവിൽ കൊടുത്തു തുടങ്ങണം. കൂടിയ അളവിൽ കൊടുത്തു തുടങ്ങിയതിന് ശേഷം ക്രമേണ പുല്ലും കൂടി തീറ്റയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഒറ്റയടിക്ക് കൂടുതൽ പുല്ല് കൊടുക്കുന്നതിനെക്കാട്ടിൽ നല്ലത് കുറേശ്ശെയായിട്ട് പുല്ലിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക. ഏതാണ്ട് 1 കിലോഗ്രാം തീറ്റയ്ക്ക് പകരമായിട്ട് നമുക്ക് 20-25 കിലോഗ്രാം പുല്ല് നമുക്ക് നൽകാം. ഈ രീതിയിൽ അനുവർത്തിച്ചാൽ ദഹനക്കേട് പോലുള്ള രോഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ക്ഷീരകർഷകന് തീറ്റ മൂലം ഉണ്ടാകുന്ന അനാവശ്യമായ പണച്ചെലവ് ഒഴിവാക്കാനും സാധ്യമാകും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും കുറച്ചുകൂടി സംസാരിക്കേണ്ടതുണ്ടെങ്കിലും നമുക്ക് പറയുന്ന പോലെ കാലിത്തീറ്റയും മഴക്കാലത്ത് തീർച്ചയായിട്ടും കാലിത്തീറ്റ എന്തായാലും ഏത് സീസണിലായാലും കന്നുകാലികൾക്ക് ഒഴിവാക്കാനാവാത്ത
ഒരു ഭക്ഷ്യപദാർത്ഥമാണല്ലോ. അപ്പോൾ ഈ മഴക്കാലത്ത് കാലിത്തീറ്റ കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും അന്തരീക്ഷത്തിലെ ഊഷ്മാവ് കുറയുന്നു, കൂടിയ ആർദ്രത തുടങ്ങിയ സാഹചര്യങ്ങളിൽ തീറ്റയിൽ പൂപ്പൽ ബാധ ഉണ്ടാവാനാണ് ഏറ്റവും സാധ്യത. ഏത് രോഗം എന്ന പോലെ തന്നെയും ഈ പൂപ്പൽ വിഷബാധ വളരെയേറെ എഫ്ലടോക്സിക്കോസിസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് തീറ്റയിൽ ഉണ്ടാവുന്ന ആസ്പെർജില്ലസ് എന്ന് പറയുന്ന ഒരു പൂപ്പൽ ആണ്, കുമിൾ ആണ് ഈ വിഷാംശം, അഫ്ലടോക്സിൻ എന്ന് പറയുന്ന ഈ വിഷാംശം ഉണ്ടാക്കുന്നത്. ഈ വിഷാംശം കന്നുകാലികളുടെ കരളിനെ ബാധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷാംശം ഗർഭമലസൽ, വന്ധ്യത, തീറ്റമെടുപ്പ് തുടങ്ങിയ രോഗലക്ഷണങ്ങളിലേക്കും നയിക്കാറുണ്ട്. പാലുൽപാദനം കുറയും തുടങ്ങിയ ഈ പൂപ്പൽ വിഷബാധയുടെ ലക്ഷണങ്ങളാണ്. അതായത് തീറ്റ ശേഖരിച്ച് വയ്ക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം. തീറ്റ ശ്രദ്ധിച്ച്, അത് മഴക്കാലത്ത് തീറ്റ വളരെ ഭദ്രമായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ തീറ്റ ഇവിടെ പരിപാലന മുറകളുടെ പ്രാധാന്യം ഇവിടെയാണ്. തീറ്റ സൂക്ഷിക്കേണ്ട രീതി, അതായത് തീറ്റ എപ്പോഴും ഒരു നനഞ്ഞ തറയിൽ വെക്കാതെ ഒരു പലകപ്പുറത്ത് കഴിയുന്നതും ഭിത്തിയിൽ മുട്ടാത്ത രീതിയിൽ വേണം സൂക്ഷിക്കാൻ. അതോടൊപ്പം തന്നെ തീറ്റ എടുക്കുന്ന പാത്രം നനവുള്ളതായിരിക്കരുത്, എടുക്കുന്ന കൈകൾ നനവുണ്ടാകാൻ പാടില്ല. അതുപോലെ എടുത്തതിന് ശേഷവും തീറ്റ വെച്ചിരിക്കുന്ന ചാക്കുകൾ ഭദ്രമായിട്ട് അടച്ചു സൂക്ഷിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ തീറ്റ എങ്ങനെയാണ് അല്ലെ പൂപ്പൽ വിഷബാധ ഉള്ളതാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധാരണ കർഷകർക്ക് അതിൻ്റെ രൂപം അല്ലെങ്കിൽ നിറത്തിൽ നിന്നും വ്യത്യാസം മനസ്സിലാക്കുവാൻ കഴിയും. ഒരു പക്ഷേ അത് പൂപ്പൽ വിഷബാധയുടെ ഒരു അന്തിമഘട്ടത്തിലെ ആ ചേഞ്ച് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള തീർച്ചയായിട്ടും സൗകര്യങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ തന്നെ ഉണ്ട്. വേണമെങ്കിൽ തീറ്റ അയച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ പൂപ്പൽ വിഷബാധയുള്ള പിണ്ണാക്ക് കൂടുതലായിട്ട് ഒരു നിറവ്യത്യാസം ഉണ്ടായിരിക്കും. വൈക്കോലിനായാലും ആ ഒരു നിറവ്യത്യാസം, ഒരു പ്രത്യേക ദുർഗന്ധം എന്നിവ കൊണ്ട് ഇത് നമുക്ക് താരതമ്യേന തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഒരു പക്ഷേ നമ്മൾ തീറ്റയുടെ ആ പരിപാലനത്തിലെ തീറ്റ ഏറ്റവും പ്രധാനം അതാണെങ്കിലും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പം പശു നിൽക്കുന്ന പരിസരം, തൊഴുത്ത്, ഇതൊക്കെയാണല്ലോ. അപ്പോൾ മഴക്കാലത്ത് അത് വളരെയധികം ഇന്ന് പശു വളർത്തലിലെ ഏറ്റവും വലിയൊരു പ്രധാന പോരായ്മ അല്ലെങ്കിൽ ഒരു ന്യൂനതയായിട്ട് പലരും പറയുന്നത് ഈ ചാണകം, മൂത്രം പോലുള്ള പശുവിൽ നിന്ന് പുറന്തള്ളുന്ന ഈ വിസർജ്യ വസ്തുക്കൾ അത് വേണ്ട രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നില്ല, അല്ലെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് തന്നെ പറയാം. നിരവധി വിസർജ്യം അല്ലെങ്കിൽ നമുക്ക് പാഴ്വസ്തുവല്ല, അതാണ് ഞാൻ പറഞ്ഞത്. വേണ്ട രീതിയിൽ തലവേദനയായിട്ട് വരുന്നുണ്ട്. ഇത് മറ്റുള്ളവർക്ക് കോളുണ്ട്, എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഹലോ ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ പാലക്കാട് വടവന്നൂരുന്ന ഒരു ക്ഷീര കർഷകനാണ്. സംശയം ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഞാൻ പറയാം സാറേ. ഹലോ, ഞാൻ പശു വളർത്തുന്ന ഒരാളാണ്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ പാല് സപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ ഞങ്ങള് ഈ മഴക്കാലത്തിന് പറ്റിയ യോജിച്ച ഒരു ഈ അസുഖം വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ എന്താണെന്ന് പറഞ്ഞു തന്നാൽ. ഇന്നത്തെ നമ്മുടെ വിഷയം അത് തന്നെയാണ്. അതാണ് ഞാൻ വീണ്ടും തുടർന്ന് ഈ പരിപാടി ശ്രദ്ധയോടെ കേൾക്കുക. ഓക്കെ, വിളിച്ചതിന് നന്ദി. പരിപാടി ശ്രദ്ധിക്കൂ. നമുക്കപ്പം തൊഴുത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പം ഈ തൊഴുത്തും മറ്റ് പരിസരങ്ങളും വൃത്തികേടാകുന്നു അല്ലെങ്കിൽ അതിലെ ശാസ്ത്രീയമല്ലാത്തതാകുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്തൊക്കെയാണ്? അത് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ നിയന്ത്രണ മാർഗങ്ങളിലേക്ക് വരാം. അപ്പോൾ ആദ്യം രോഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പൊതുജനാരോഗ്യ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് ആദ്യം ഊന്നൽ കൊടുക്കുന്നത്. കാര്യം ഈ പശുക്കളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മൂത്രം അല്ലെങ്കിൽ ചാണകം വേണ്ട വിധത്തിൽ അത് ശേഖരിച്ച് വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കുക. അത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ബയോഗ്യാസ് ആക്കാം, അല്ലെങ്കിൽ അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാം. അങ്ങനെ വേണ്ട രീതിയിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇവ പിന്നെ ഒരുപക്ഷെ സമൂഹത്തിന് തന്നെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാര്യം മഴക്കാലത്ത് ഈ വക വസ്തുക്കളെല്ലാം തന്നെ വെള്ളത്തിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ ജലസ്രോതസ്സുകളിൽ എത്തുകയും ജലസ്രോതസ്സുകൾ വഴി ഇവ മനുഷ്യർ ഈക്കോളി പോലെയുള്ള രോഗാണുക്കൾ ശരീരത്തിൽ എത്തുന്നത് വഴി വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യതയുള്ളതുകൊണ്ട് മഴക്കാലത്ത് ഈ കാര്യത്തിൽ കർഷകർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു പക്ഷേ ഇത് മഴക്കാലത്തല്ല, ഒരു ഫാമോ അല്ലെങ്കിൽ ഒരു തൊഴുത്ത് കെട്ടുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെ, തൊഴുത്ത് ആരംഭിക്കുമ്പോൾ തന്നെ തൊഴുത്ത് പണിയുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ചാണകവും മൂത്രവും വേണ്ട രീതിയിൽ എങ്ങനെയാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ടത്, അല്ലെ എങ്ങനെയാണത് അത് എന്താക്കി മാറ്റണം, അല്ലെ എങ്ങനെ അത് ഉപയോഗിക്കണം, അല്ലെ എങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കണം എന്നുള്ള രീതിയിൽ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി തന്നെ കണ്ടുകൊണ്ട് വേണം. അതിലേറെ തന്നെ നമ്മുടെ ക്ഷീര കർഷകരുടെ ഒരു നിലനിൽപ്പിനെ ഇത് ഇപ്പോൾ
ബാധിക്കുന്നുണ്ട്. പല ഫാമുകളുടെയും നിലനിൽപ്പിനെ പലയിടത്തും പല സ്ഥലങ്ങളിലും പല ഫാമുകളിലും പൊതുജന പരാതിയുടെ പേരിൽ ഈ ഒരു വിഷയത്തിന്മേൽ മാത്രം പല ഫാമുകളും അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് ഇതിന് വളരെ കാലിക പ്രസക്തിയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഭക്ഷ്യസുരക്ഷയ്ക്കായിട്ട് കർഷകരെ പ്രൊമോട്ട് ചെയ്യുന്നു, ഒരുപാട് പേര് രംഗത്തേക്ക് വരണം. അതുപോലെ തന്നെ ഈ നമ്മൾക്ക് അവരുടെ വരുമാന മാർഗമാണ്. ഇതെല്ലാം നിലനിർത്തണമെങ്കിൽ ഈ ഒരു കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ തൊഴുത്തിന്റെ നിർമ്മാണത്തിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തൊഴുത്തിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ, അതായത് തറ അറ്റകുറ്റപ്പണികൾ ചെയ്തിരിക്കണം. അതൊരു ക്ഷീരകർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. തറ കോൺക്രീറ്റ് ചെയ്തതായിരിക്കണം. അതുപോലെ തന്നെ ഈർപ്പം കെട്ടി നിൽക്കാൻ പാടില്ല. മൂത്രവും ചാണകവും ഒഴുകിപ്പോകാനും അതുപോലെ മൂത്രവും ചാണകവും അപ്പോൾ തന്നെ നീക്കാനുമുള്ള സംവിധാനം ഓരോ കർഷകരും മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധ നൽകി കൊടുത്തെങ്കിൽ മാത്രമേ പല രോഗങ്ങളും ഒഴിവാക്കാൻ സാധ്യമാകൂ. പക്ഷേ പശുവിൻ്റെ വൃത്തി അതോടൊപ്പം തന്നെ പരിപാലിക്കുന്ന കർഷകന്റെ വൃത്തി, കറവക്കാരന്റെ വൃത്തി, തൊഴുത്തിന്റെ വൃത്തി, പരിസരത്തിന്റെ വൃത്തി, ഇതെല്ലാം ഈ ഒരു കാലത്ത് വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം ഇതിനകത്ത് എന്തെങ്കിലും ന്യൂനതകൾ വന്നാൽ ഇത് എത്തി നിൽക്കുന്ന കാര്യം കൂടി പറഞ്ഞതിന് ശേഷം മുൻപോട്ട് പോകാം. ഇതിൽ കറവക്കാരനായാലും തൊഴുത്തായാലും പരിസരമായാലും ക്ഷീര കർഷകനായാലും പശുവിനായാലും ആർക്കായാലും വൃത്തിയില്ല അല്ലെങ്കിൽ ശുചിത്വമില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിരവധി രോഗങ്ങളിലേക്ക് നയിക്കും. രോഗങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പേ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. നമസ്കാരം, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഞാൻ പള്ളിക്കരന്ന് ബിജുവാ. മിസ്റ്റർ ചോദിച്ചോളൂ. ഹലോ. ഈ പശു പ്രസവിക്കാനായിട്ട് ഒരു 5-8 ദിവസം കൂടി ഉള്ളേ. പറഞ്ഞോളൂ. അപ്പൊ പശുവിന്റെ പാല് ചൊരന്നു പോണേ. അതിനെന്താണ് പ്രതിവിധി? എന്താണ് ബിജു ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇത് നമ്മളുടെ ഇന്നത്തെ വിഷയമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല എങ്കിൽ പോലും ഒരു തൽക്കാലം പ്രസവത്തോടനുബന്ധിച്ച് പ്രസവം അടുക്കുന്ന സമയത്ത് പശുക്കളിൽ ഇങ്ങനെ ഒരു പാലിൻ്റെ ചോർച്ച കണ്ടുവരാറുണ്ട്. അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും നൽകേണ്ട കാര്യം തന്നെ ഇല്ല. പക്ഷേ തൊഴുത്തും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ പശു അല്ലെങ്കിൽ അകിടുവീക്കത്തിനുള്ള രോഗബാധ സാധ്യത വളരെയേറെ കൂടുതലാണ്. ചികിത്സയുടെ ആവശ്യമില്ല തന്നെ. ഇല്ല, അത് കറന്നു കളയേണ്ട കാര്യമില്ല. അത് പ്രസവത്തിന് വളരെ അടുത്ത് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണത്. ഹലോ. അപ്പൊ തൊഴുത്തും പരിസരവും പശുവിനെയൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക, അകിടുവീക്കത്തിന്റെ സാധ്യത പരമാവധി ഒഴിവാക്കുക എന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. വിളിച്ചതിന് നന്ദി. അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഇതിലേക്ക് വരാം. അപ്പം പരിചരണത്തിലെ അപാകതകൾ കൊണ്ടുണ്ടാകാവുന്ന രോഗങ്ങൾ ആ പരിസരത്തിന്റെ വൃത്തിഹീനത കൊണ്ട് എന്തൊക്കെയാണ്? നമുക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അകിടുവീക്കം തന്നെയാണ്. ഒരു ക്ഷീരകർഷകനെ സംബന്ധിച്ചിടത്തോളം അതായത് അതിൻ്റെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ സമയത്ത് തന്നെയാണ് ഈ അകിടുവീക്കം വരുന്നതെങ്കിൽ ആ കർഷകനുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം വളരെയേറെയാണ്. അപ്പോൾ ഈ രോഗം ഉണ്ടാവാനുള്ള കാരണം പ്രധാനമായും ബാക്ടീരിയ, അതുപോലെ തന്നെ വൈറസ്, മൈക്കോപ്ലാസ്മ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളാണ്. ഈ സൂക്ഷ്മജീവികൾക്ക് എപ്പോഴാണോ പശുവിൻ്റെ അകിടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാവുന്നത്, അതായത് പശുവിൻ്റെ മുലക്കാമ്പുകളിലൂടെയാണ് രോഗാണുബാധ ഉണ്ടാവുന്നത്. അപ്പോൾ എപ്പോഴാണോ പശുവിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നത്, അല്ലെങ്കിൽ തൊഴുത്തും പരിസരവും എപ്പോഴാണോ വൃത്തിയില്ലാതെ ഈ അണുജീവികൾക്ക് പെരുകാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാവുന്നത്, ഈ 2 അവസ്ഥകളിലാണ് സാധാരണയായി രോഗാണുക്കൾ പശുവിൻ്റെ ശരീരത്തിൽ എത്തപ്പെടുന്നത്. മുന്നേ പറഞ്ഞ പോലെ തൊഴുത്തിലെ വൃത്തിയില്ലായ്മ പോലെ അതിൽ മുറിവുകൾ അകിടിലുണ്ടാവുന്ന ചെറിയ വ്രണങ്ങൾ, പോറലുകൾ, ക്ഷതങ്ങൾ, ഇതൊക്കെ തന്നെ രോഗാണുബാധയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പൊ അകിടുവീക്കം ഒരു പ്രധാന രോഗമാണ്. അതാണ് ഒരു ക്ഷീരകർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേടിസ്വപ്നവും. അതായത് പ്രത്യേകിച്ച് ഇത് കറവയുടെ പ്രാരംഭ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്നതുകൊണ്ട് ക്ഷീരകർഷകന് വളരെയേറെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും അകിട് വളരെ കട്ടിയാകുകയും മുൻപിൽ കിട്ടിരുന്ന അതേ പാലിന്റെ അളവ് പിന്നെ കിട്ടാത്ത ഒരവസ്ഥയും ഒക്കെ വരും. പക്ഷെ ഇത് നമുക്ക് ഒരുപാട് മുൻകരുതലുകളിലൂടെ കുറേയധികം മുൻകരുതലിലേക്ക് വരുന്നതിന് മുമ്പ് അകിടുവീക്കം നമ്മൾ സാധാരണ കർഷകർക്ക് 3 രീതിയിൽ, കർഷകർക്ക് അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. 3 രീതിയിൽ അകിടുവീക്കം പ്രകടമാകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാന അതികഠിനാവസ്ഥ, അതാണ് സാധാരണ കർഷകർ കണ്ണുകൊണ്ട് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള
അകിട് വീക്കം എന്ന് പറയും. അതായത് അകിട് വീങ്ങുക, ഒരു ഭാഗത്ത് നീര് വരിക, തൊട്ടാൽ വേദന ഉണ്ടാവുക, നടക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക, ശക്തമായ പനി കാണിക്കുക, പാലിന് പ്രകടമായ നിറവ്യത്യാസം. ഈ അതികഠിനമായ അകിട് വീക്കമാണ് സാധാരണ കർഷകർ തിരിച്ചറിയുന്നത്. അകിട് വീക്കത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കും മുമ്പ് നമുക്ക് വീണ്ടും ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. സ്വാഗതം. ഹലോ, ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിച്ചോളൂ. അല്ലേ, ചോദിച്ചോളൂ. പശുവിനെ പറയൂ. ഒരു 8 ചെന പിടിക്കും. ചോദ്യം വ്യക്തമായില്ല, ചോദ്യം ഒന്നും കൂടി പറയൂ. 7 പ്രാവശ്യം കുത്തിവെച്ചിട്ടും ചെന പിടിച്ചില്ല. ഹലോ, പറഞ്ഞോളൂ. വ്യക്തമല്ല. ഹലോ, ചോദ്യം വ്യക്തമല്ല. 7 പ്രാവശ്യം കുത്തിവെച്ചു എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ചികിത്സ ചെയ്തോ എന്ന് വ്യക്തമാക്കാമോ? ചികിത്സ ഒന്നും ചെയ്തിട്ടില്ല. ഹലോ, 7 പ്രാവശ്യം കുത്തിവെച്ചിട്ടും അത് ചെന പിടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വിദഗ്ധ പരിശോധനയ്ക്ക് അതിനെ കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജനുമായി ബന്ധപ്പെട്ടാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താം. നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ അകിട് വീക്കത്തിന്റെ വിവിധ തരങ്ങൾ കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അതികഠിനാവസ്ഥ അല്ലെ അതികഠിനമായ അകിട് വീക്കം എന്ന് പറയുന്നത് കർഷകർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. പല രീതിയിലും കാണിക്കും. പാലിന് പ്രകടമായ നിറവ്യത്യാസം ഉണ്ടാവാം, തീറ്റ മടുപ്പുണ്ടാവാം, ശക്തമായ പനി ഉണ്ടാവും, പാലിൽ അകിടിന് നീരുണ്ടാവും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അകിടിൽ നീരും ഉണ്ടാവും. എന്നാൽ രണ്ടാമത്തെ അത്തരം അകിട് വീക്കം കുറച്ച് മന്ദഗതിയിലായിരിക്കും. അത് 1-2 മുലക്കാമ്പുകളെ മാത്രം ബാധിക്കുക. പ്രകടമായ മാറ്റം സൂക്ഷ്മ പരിശോധനയിൽ കൂടി മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. ഇവിടെയും നമ്മൾ കർഷകർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ മൂന്നാമതൊരു തരം അകിട് വീക്കമുണ്ട്. അതാണ് പ്രകടമല്ലാത്ത അകിട് വീക്കം അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇവിടെ പേര് പറയുന്നത് പോലെ തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നില്ല. അതായത് പാലിന് പ്രകടമായ മാറ്റമൊന്നും ഇല്ല. പക്ഷേ 1-2 മുലക്കാമ്പുകളിൽ നിന്നുള്ള പാലുൽപാദനം കുറയുമ്പോൾ മാത്രമാണ് ഇത് അകിട് വീക്കമാണെന്ന് കർഷകർ മനസ്സിലാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രകടമല്ലാത്തത് കൊണ്ട് ഇത് കർഷകർ മനസ്സിലാക്കുന്നില്ല. ഇതുമൂലം തന്നെ കർഷകർക്ക് വളരെയേറെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊരു പ്രതിവിധി എന്നോണം നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് അകിട് വീക്ക നിയന്ത്രണ കിറ്റ് ഇന്ന് കർഷകർക്കിടയിൽ വിതരണം ചെയ്യുന്നുണ്ട്. സബ്സിഡി നിരക്കിലാണ്. കിറ്റിനെ കുറിച്ച് നമുക്ക് വിശദമാക്കുന്നതിന് മുമ്പ് മറ്റൊരു ചോദ്യം കൂടി എത്തിയിട്ടുണ്ട്. കൃഷി ദർശനിലേക്ക് സ്വാഗതം. ഹലോ, ആരാണ്? ഞാൻ സൗമ്യ, കൊല്ലം ജില്ലയിൽ. സൗമ്യയുടെ ചോദ്യം ചോദിച്ചോളൂ ഡോക്ടർ ബീനയോട്. ഈ പശു പ്ലാസ്റ്റിക് കഴിക്കുന്നു. പ്ലാസ്റ്റിക്. ഹലോ, സൗമ്യ. കുട്ടിയാണെങ്കിൽ പ്ലാസ്റ്റിക് കഴിക്കുന്നു. ഡാവാണ് അല്ലേ? എന്ത് പ്രായം വരും? 12 മാസം. 1 വയസ്സ് അല്ലേ? 1 വയസ്സ് കഴിഞ്ഞു. ഇത് പൈക്ക എന്ന് പറയുന്ന ഒരു രോഗമാണ്. പൈക്ക എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഈ വിഷയമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും ചില പോഷകങ്ങളുടെ കുറവ് മൂലമാണ് ഇത് ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ വിരബാധ മൂലവും പോഷകങ്ങളുടെ കുറവുണ്ടാവാം. കൊടുത്തു. അപ്പോൾ ഫോസ്ഫറസ്, കാൽഷ്യം പോലുള്ള ചില ലവണങ്ങളുടെ കുറവ് മൂലമാണ് ഈ രോഗം ഉണ്ടാവുന്നത്. അതൊരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ആവശ്യമായ മരുന്നുകൾ നൽകി ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. വിളിച്ചതിന് നന്ദി സൗമ്യ. അപ്പോൾ അതുപോലെ തന്നെ അകിട് വീക്കം നമ്മൾ നിയന്ത്രണ കിറ്റ് കൊടുത്തു. എനിക്ക് തോന്നുന്നു വളരെ മിക്കവാറും എല്ലാ മൃഗാശുപത്രികൾ വഴിയും ഇത് എത്തിച്ചു കഴിഞ്ഞു. അപ്പം ഈ പ്രകടമല്ലാത്ത അകിട് വീക്കത്തിനെ കർഷകർക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ ഇത് സഹായിക്കും അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. കൃഷി ദർശനിലേക്ക് സ്വാഗതം. ഹലോ, ഞാൻ എറണാകുളത്തുനിന്ന് സിന്ധു ആണ്. എനിക്ക് ഹലോ ചോദിച്ചോളൂ സിന്ധു. അതെ, എനിക്ക് ഈ ഞങ്ങൾക്ക് ഇവിടെ എറണാകുളത്തൊക്കെ വലിയ പശുവിനെയൊക്കെ വളർത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം പുല്ല് അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ഈ വെച്ചൂര് അല്ലെങ്കിൽ കാസർഗോഡ് ഡ്വാർഫ് അങ്ങനെയുള്ള ചെറിയ പശുക്കളെ ഞങ്ങൾ അന്വേഷിച്ചിട്ടൊന്നും കിട്ടാൻ ഒരു മാർഗം കാണുന്നില്ലല്ലോ. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ ഒന്ന് പറഞ്ഞു തരാമോ? ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിനൊക്കെ ഒരു ചെറിയ പശു കിട്ടുവാണെങ്കിൽ വളരെ കൂടായിരുന്നു. ഹലോ,
ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല ഈ ചോദ്യം. എങ്കിലും താങ്കളുടെ അറിവിലേക്കായി പറയുകയാണ്, കാർഷിക സർവകലാശാലയുടെ തൃശ്ശൂരുള്ള മണ്ണുത്തി വെറ്റനറി കോളേജിൽ നിന്നും വെച്ചൂർ കൺസർവേഷൻ അല്ലെ വെച്ചൂർ പരിപാലന കേന്ദ്രമുണ്ട്. അവിടെ ബന്ധപ്പെട്ടാൽ മുൻകൂർ ബുക്ക് ചെയ്താൽ വളരെ വർഷങ്ങൾക്ക് ശേഷം കിട്ടാൻ സാധ്യതയുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടാ കിട്ടാൻ. അതിനുവേണ്ടിയാണ് ഈ ഒരു പരിപാലന മതിയായിരുന്നു. ഇന്ന് നമുക്ക് മൺമറഞ്ഞു പോയ ഈ ഒരു ജനുസിനെ പരിപാലിക്കുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. വരും കാലങ്ങളിൽ കർഷകർക്ക് ഇവയെ വേണ്ടത്ര ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി തന്നെയാണ് ഇത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സൗമ്യക്ക് കിട്ടുമെന്ന് തന്നെ ആശംസിക്കുന്നു. ആശുപത്രികളിൽ നിന്ന് അതിന്റെ സെമനൊക്കെ എടുത്ത് ചെയ്തു തരും. അങ്ങനെ ചെയ്തു തരാനുള്ള സംവിധാനം ഉണ്ട്. അത് ഇപ്പൊ KLD ബോർഡ് മൃഗാശുപത്രി വഴി തന്നെ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ പിന്നെ മറ്റ് പല കർഷകരും ഇതിനെ വളർത്തി പ്രജനനം ചെയ്ത് മറ്റ് കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അന്വേഷിക്കുക. വിളിച്ചതിന് നന്ദി. അപ്പം മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. കൃഷി ദർശനിലേക്ക് സ്വാഗതം. ഹലോ, ഞാൻ കറ്റാനത്തു നിന്നാണ് വിളിക്കുന്നത്. പേര് പറയൂ. എന്റെ പേര് മഞ്ജു. മഞ്ജു, ചോദിച്ചോളൂ. എന്റെ പശുവിനെ കുളമ്പ് രോഗത്തിന് കുത്തി വെച്ചിട്ട് അതിന്റെ പാല് കുറഞ്ഞു. അത് 2 ദിവസം പനിയുടെ ലക്ഷണം പോലെ കാണിക്കുകയും പാല് കുറയുകയും പിന്നെ അകിടുവീക്കം വരികയും ചെയ്തു. ഈ കുത്തിവെക്കാൻ വരുമ്പോ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞെങ്കിലും സ്ഥിരമായിട്ട് എനിക്ക് 5 പശുവുണ്ട്. ഓരോ പ്രാവശ്യം കുത്തിവെക്കുമ്പോഴും പാല് കുറയും മറ്റ് സൈഡ് ഇഫക്ട്സും ആണ് കാണിക്കുന്നത്. ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. ഇവിടെ മഞ്ജു ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരുമ്പോൾ വാക്സിനേഷൻ അല്ലെങ്കിൽ ഈ പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ച് വളരെയേറെ പറയേണ്ടി വരും. ഏതൊരു പ്രതിരോധ കുത്തിവയ്പ്പ് എന്ന് പറഞ്ഞാലും പ്രതിരോധ കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്ന അണുക്കൾ എന്ന് പറയുന്നത് ഒന്നുകിൽ നിർവീര്യമാക്കപ്പെട്ട അണുക്കൾ അതേ രോഗത്തിൻ്റെ, അല്ലെങ്കിൽ ജീവനില്ലാത്ത അതേ അണുക്കളായിരിക്കും നമ്മൾ ഈ പ്രതിരോധ കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അണുക്കളെ ഉപയോഗിച്ച് ഈ ഉരുക്കളിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് വാക്സിനേഷനിലൂടെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ രോഗാണുവിനെതിരെ ശരീരം പ്രതികരിക്കുമ്പോൾ ഈ ശരീരത്തിലെ ഊഷ്മാവ് താൽക്കാലികമായി ഒന്ന് കൂടും. ഈ ഊഷ്മാവ് കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ തീറ്റയ്ക്കുള്ള മടുപ്പും അതോടൊപ്പം തന്നെ പാൽ ഉൽപാദനത്തിലുള്ള കുറവും വരുന്നത്. ഇത് വെറും താൽക്കാലികം മാത്രമാണെന്ന് എന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും കുളമ്പ് രോഗത്തിനെതിരെയുള്ള കുത്തിവയ്പ്പിനോട് മുഖം തിരിച്ച് നിൽക്കരുത്. പല പ്രാവശ്യം 6 മാസം കൊണ്ട് കുത്തിവെക്കുമ്പോൾ എനിക്ക് ഇതേവത്തെ അനുഭവം ഉണ്ടാകും. അല്ല, അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാക്സിനേഷൻ അല്ലെങ്കിൽ ആ കുത്തിവയ്പ്പ് ഫലപ്രദമായി എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അല്ല, ഈ കുളമ്പ് രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുമ്പോൾ ഒരിക്കലും അകിടുവീക്കം വരില്ല. അകിടുവീക്കം വരാൻ മറ്റു പല കാരണങ്ങളുണ്ടാവും എന്ന് മഞ്ജു ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പം നമ്മൾ അകിടുവീക്കം വരും എന്ന് പറഞ്ഞു, അത് തീർച്ചയായിട്ടും അതൊരു വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന രോഗം തന്നെയാണ്. അതുപോലെ തന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടന്ന് ഈച്ചയും കൊതുകും ഒക്കെ പെരുകുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിലൂടെ ഉണ്ടാകാവുന്ന ചില രോഗങ്ങളും പൊതുജനാരോഗ്യ പ്രശ്നങ്ങളും അതിനെക്കുറിച്ച് കൂടി നമുക്ക് കർഷകർക്ക് ഒന്ന് വിശദമാക്കി കൊടുക്കേണ്ടതുണ്ട്. മഴക്കാലമാകുമ്പോഴാണല്ലോ ഈച്ചയും കൊതുകും പെരുകുന്നത്. ഈ ഈച്ച അല്ലെങ്കിൽ കൊതുക് മൂലം ഉണ്ടാകുന്ന പല രോഗങ്ങളും മൃഗങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മുടന്തം പനി അല്ലെങ്കിൽ എപ്പിമെറൽ ഫീവർ എന്ന് പറയും. ഇത് ഒരു വൈറസ് രോഗമാണ്. അതായത് RNA വിഭാഗത്തിൽപ്പെട്ട ആർബോ വൈറസ് ആണ് ഈ രോഗമുണ്ടാക്കുന്നത്. പനിയും മുടന്തും പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശക്തിയായ പനി ഉണ്ടാവാം, അതുപോലെ മുടന്ത്, അതുപോലെ ശരീരം വിറയൽ, തീറ്റയ്ക്കുള്ള മടുപ്പ്, തീറ്റ മടുപ്പ് ഉണ്ടാവാം, അതുപോലെ പേശികളിൽ കോച്ചിപ്പിടുത്തം. ഈ പേശികളിൽ കോച്ചി പിടിക്കുന്ന പ്രത്യേകിച്ചും കാലുകളിലെ മാംസപേശികളിലാണ് ഈ കോച്ചിപ്പിടുത്തം അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ മുടന്ത് മാറി മാറി കാലുകളിൽ കാണപ്പെടും. ഏകദേശം 3 ദിവസത്തോളം ഈ രോഗലക്ഷണങ്ങൾ നീണ്ടു നിൽക്കും. ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ആഘാതം കന്നുകാലികളിൽ ഉണ്ടാക്കുന്നത്? ഈ രോഗം മൂലം പൊതുവെ പാലുൽപാദനം കുറയും. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഗർഭമുള്ള കിടാരികൾ, കൂടുതലും ഇത് കിടാരികളെയും കറവ പശുക്കളെയുമാണ് ഈ രോഗം ബാധിക്കുന്നത്. മഴക്കാല ആരംഭത്തിലാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അപ്പം ഗർഭമുള്ള കിടാരികളിലാണെങ്കിൽ എപ്പിമെറൽ ഫീവർ അല്ലെങ്കിൽ മുടന്തം പനി വന്നാൽ ഒരു പക്ഷേ ഗർഭമലസലിലേക്ക് തന്നെ നയിക്കാം. നമുക്ക് കൂടുതൽ പറയും മുമ്പ് വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കൃഷി ദർശനിലേക്ക് സ്വാഗതം. നമസ്കാരം മാഡം. പേര് പറയൂ. രാഹുലാണ്, വൈക്കം. മാഡം, എനിക്ക് ഈ ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടിയായിരുന്നു. ചെക്ക് പോസ്റ്റ് വഴി കൃഷ്ണജി ഞാൻ കുറച്ച് എച്ചിന്റെ പശുക്കൾ എടുക്കാൻ വേണ്ടിയായിരുന്നു. ചെക്ക് പോസ്റ്റ് കിട്ടുന്ന വരുന്ന എന്തൊക്കെ ചോദ്യം വ്യക്തമായില്ല. രാഹുൽ, ഒന്നുകൂടി പറയുവോ? അതെ, ഞാൻ കൃഷ്ണഗിരിയിൽ നിന്ന് കുറച്ച് പശുക്കൾ എടുക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ.
അപ്പോൾ അതിന്റെ ചെക്ക് പോസ്റ്റ് പാസ്സായി വരുന്ന എന്തൊക്കെ പേപ്പർ വേണമെന്ന് അറിയിച്ചായിരുന്നു. പശുക്കളെ കൊണ്ടുവരുന്നതിനുള്ള അതിർത്തി കടത്തി കൊണ്ടുവരുന്നതിനുള്ള അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് അറിയേണ്ടത് അല്ലേ? അത് തന്നെ മേഡം. ഓക്കെ ഓക്കെ. അപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്നും രോഗമുള്ള പശുക്കളെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത് തടയുന്നതിലേക്കായി നമ്മൾ മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റുകൾ വഴി മൃഗങ്ങളെ കൊണ്ടുവരുമ്പോൾ അന്യ സംസ്ഥാനത്തിൽ നിന്നും കൊണ്ടുവരുന്ന പശുക്കളെ അവിടെ സാംക്രമിക രോഗങ്ങൾ, അതായത് കുളമ്പ് രോഗം, കുരലടപ്പൻ, ആന്ത്രാക്സ് തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ചെക്ക് പോസ്റ്റിൽ ഹാജരാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ മൃഗങ്ങളെ നമ്മുടെ സംസ്ഥാനത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ മേഡം നമ്മൾ എടുക്കുമ്പോൾ അവിടെ ലെറ്റർ കിട്ടും? അല്ല, ആ കൊണ്ടുവരുന്ന ഏത് പ്രദേശമാണോ ആ പ്രദേശത്തുള്ള ഒരു വെറ്ററിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുമ്പോൾ മൃഗങ്ങളോട് ക്രൂരത കാണിക്കാത്ത രീതിയിലാണ് കൊണ്ടുവരുന്നത്. അതായത് ആ ഒരു നിയമം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ കൂടി ചെയ്യേണ്ട. അതായത് അതിനെ വളരെ സൂക്ഷിച്ച്, അതുപോലെ ഒരു വാഹനത്തിൽ അനുവദിച്ചിട്ടുള്ള, അതായത് ഒരു ലോറിയിൽ 6 പശുക്കൾ എന്നാണ് ഒരു കണക്കുള്ളത്. അപ്പോൾ ആ രീതിയിൽ അതിനെ വളരെ സൂക്ഷിച്ച് കൊണ്ടുവരാനും നമ്മൾ ശ്രദ്ധിക്കണം. വിളിച്ചതിന് നന്ദി. നമ്മുടെ സമയം, നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. നമ്മൾ മഴക്കാലത്തെ സംബന്ധിച്ച് പരിചരണവും രോഗങ്ങളും വളരെയേറെ പറയാനുണ്ട്. അതെ അതെ, ഇത് ഒരുപാട് വിശദമായ സമയത്തിന്റെ കുറവ് കൊണ്ട് നമുക്ക് ഏതാണ്ട് ചുരുക്കേണ്ടി വരും. അപ്പം ഇത് വൈൻഡപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏതാണ്ട് പോയിന്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞു. അതായത് വൃത്തിയുടെ കാര്യം, തണുപ്പ് കാലത്ത് ഒരുപക്ഷെ പനിയും ചുമയും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഷെഡിൽ കൊടുക്കേണ്ട പരിചരണം, തീറ്റയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വൃത്തിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, വേനലിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ മഴക്കാലത്ത് പെയ്തു വരുന്ന വെള്ളത്തെ കഴിവതും നമ്മൾ സൂക്ഷിച്ച് നമ്മൾ അടുത്ത വേനലിലേക്ക് നമ്മുടെ മഴക്കുഴികളോ അല്ലെങ്കിൽ മഴവെള്ള സംഭരണികളോ ഒക്കെ കൂടി കാത്തു സൂക്ഷിക്കാൻ കർഷകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പുൽകൃഷി നടത്താനുള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്ലോറിനേഷനിലൂടെ അത് ശുദ്ധീകരിക്കേണ്ട ആവശ്യം, പല തരത്തിലുള്ള ചില പോയിന്റ്സ് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കന്നുകാലി വളർത്തൽ ലാഭകരമാക്കാൻ കഴിയുള്ളൂ. അപ്പം ഇനിയും ഒരുപാട് കർഷകർക്ക് ഈ പരിപാടിയിലേക്ക് സംശയങ്ങൾ ചോദിക്കാനുണ്ടാകും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് അതിഥിയുടെ മേൽവിലാസം പറയാം. ഡോക്ടർ ഡി ബീന, സീനിയർ വെറ്ററിനറി സർജൻ, വെറ്ററിനറി ഹോസ്പിറ്റൽ, വാത്തിക്കുളം, തെക്കേക്കര PO, ആലപ്പുഴ. ഡോക്ടറുടെ ഫോൺ നമ്പർ 9447390548. ഇന്ന് കൃഷിദർശൻ പരിപാടിയിലേക്ക് ചോദ്യങ്ങൾ ചോദിച്ച എല്ലാ പ്രേക്ഷകർക്കും, അതുപോലെ ഈ പരിപാടി വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ ബീനയ്ക്കും ദൂരദർശൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. മറ്റൊരു വിഷയവുമായി കൃഷിദർശനിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.